അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുഷിയെ കണ്ട് തിരിച്ചു വരുമ്പോൾ ശരിക്കും കുഞ്ഞോളുടെ മനസ്സിൽ അവളുടെ മുഖം മാത്രമായിരുന്നു. മാഷാ അല്ലാ, എൻ്റെ അനിയൻകുട്ടിക്ക് പറ്റിയ മുഖം തന്നെയാണ് ഓൾത്, പാവം. എന്നാൽ എൻ്റെ ഷാമില് വേണ്ടെന്ന് പറഞ്ഞത് ഇപ്പം എന്തുകൊണ്ടായിരിക്കും? വേണ്ടെന്നല്ല, അവൻ്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ഒരുപക്ഷെ എൻ്റെ കുട്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും. ശരിക്കും കുഞ്ഞോൾക്ക് അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയണമെന്ന് തോന്നി. അല്ല കുഞ്ഞോളെ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ? പോയിട്ട് നീ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഇക്ക, നമുക്ക് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. ആ പെൺകുട്ടിക്ക് ഇപ്പോഴും ഷാമിലിനെ ഇഷ്ടമാണ്. അതെ, അത് വല്ലാത്തൊരു വിഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ആ കുട്ടിയെ വേറെ കല്യാണം കഴിച്ചു പോയാൽ തന്നെ അവൾക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ലിക്ക. സത്യമായിട്ടും എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കല്യാണം ഉറപ്പിച്ചു പോയില്ലേ? അതെ, അടുത്ത മാസം, ഈ മാസം 18-നാണ് കല്യാണം. ഇനി ദിവസമില്ല. അതെ, വെറും 2 ദിവസം മാത്രമാണ് അവളുടെ നിക്കാഹിന് ബാക്കിയുള്ളത്. ആണല്ലേ? സാരല്ല, എന്തൊക്കെ തന്നെയാലും വിവാഹമൊക്കെ ഉറപ്പിച്ച് നിക്കാഹിനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം ഫിക്സ് ആക്കിയ സ്ഥിതിക്ക് നമ്മളൊരിക്കൽ പോലും അത് മുടക്കുന്നേ ശരിയല്ല. ഇക്ക, മുടക്കല്ല. എന്നാൽ ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അവൾ മനമില്ല മനസ്സോടു കൂടിയാണ് ആ ഒരു വിവാഹത്തിന് സമ്മതിച്ചെന്ന് തോന്നുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവളുടെ വീട്ടുകാർ ഉറപ്പിച്ചതല്ലേ, അത് നമ്മളായിട്ട് അങ്ങനെയല്ലേക്ക. എങ്കിലും എന്തൊക്കെയോ ആ കുട്ടിക്ക് പറയാനുണ്ട്. അത് ചോദിച്ചറിയണം. ശരിക്ക് വേണ്ട, ഇനി ഒന്നും നിൽക്കണ്ട. കാരണം അഥവാ എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കഴിഞ്ഞാലേ അത് വല്ലാത്തൊരു വിഷമമായി തീരും. തൽക്കാലം അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എന്നാൽ ഈ സമയം അതാ ഷാമിൽ ഒന്നും അറിയുന്നില്ല. എന്നാൽ അളിയൻ പാതി വഴിയിൽ നിന്ന് ഷാമിലിനെ വിളിച്ചു. മോനെ ഷാമിൽ. ആ അളിയ. മോനെ, എടാ ഇക്ക നിങ്ങളെവിടെ? ഞാനും എൻ്റെ പെങ്ങളും കൂടി ബുഷിൻ്റെ വീട്ടിലേക്ക് വന്നാണ്. ബുഷിൻ്റെ വീട്ടിലേക്കോ? അളിയ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ബുഷിയുടെ വീട്ടിലേക്ക് എന്തിനാണ് നിങ്ങൾ പോയത്? അതെ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയത്? എന്നാൽ അത് കേട്ടപ്പോൾ അതാ ഷാമിലിൻ്റെ അളിയൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഷാമിൽ, നിൻ്റെ ഇത്താത്താക്ക് നിർബന്ധം അവളെ കാണണം എന്നുള്ളത്. എന്നിട്ടോ ഒടുവിൽ കണ്ടു. കല്യാണം കഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല. അതെ, 2 ദിവസം ഒരു നിക്കാഹിന്. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. അവൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി. എന്താ പറയുന്നത്? സത്യമായിട്ടും? അതെ, സത്യമായിട്ടും. ശരിക്കും ഷാമിലിന് വല്ലാത്തൊരു വിഷമം തോന്നി. ബുഷി, എന്നോട് ക്ഷമിക്കണം. അതെ, ഞാനായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ പറഞ്ഞേക്കാൻ ശ്രമിച്ചത്. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതം എപ്പോഴും പ്രാരാബ്ദങ്ങൾ നിറഞ്ഞായതുകൊണ്ട് എളാമയുടെ കൂടെ ഒന്നും ഒരിക്കലും നിനക്ക് നിൽക്കാനും കഴിയില്ല എന്നുള്ളത് കൊണ്ടും തന്നെ ഞാൻ അത് ഒഴിവാക്കി വിടുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ബുഷി, എന്നോട് ക്ഷമിക്കണം. അതെ, നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. നല്ല ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടി നീ കഴിയണം. അതായിരുന്നു ഷാമിൽ പ്രാർത്ഥിച്ചത്. പക്ഷേ ഷാമിലിൻ്റെ മനസ്സിൽ കനത്ത വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം അത് അജ്മൽ സാറും മുഹ്സിനെയും നാട്ടിലേക്ക് പോരുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് അറബിയുമ്മയുടെ അരികിലെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അറബിയുമ്മ അവരോട് പറഞ്ഞു, അല്ല എന്നിട്ട്? അതെ, ബുഷിയുമായുള്ള വിവാഹത്തിന് അവൻ തയ്യാറല്ല. അവന് വേറെ നോക്കാനൊക്കെ പറഞ്ഞപ്പോഴേ ഞങ്ങൾ പിന്നെ പെട്ടെന്ന്, അവൾ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്, ഇതങ്ങ് ഓക്കെ ആക്കി. ഇതാണെങ്കിലും ഡോക്ടറുമാണ്. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ, മോനെ, ഡോക്ടറായാലും വക്കീലായാലും എഞ്ചിനീയറായാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. അറബിയുമ്മ, അതല്ലല്ലോ സംഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് ചെക്കനായിട്ട് തന്നെ എന്നോട് തന്നെ പറഞ്ഞു നേരിട്ട്, അത് വേറെ നോക്കിക്കോളും എന്നുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? ശരിയാണ്, ബുഷിയുടെ മനസ്സ് നിങ്ങൾ ചോദിച്ചോ? ബുഷി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ പൊന്നജ്മൽ, ബുഷിയോട് കാര്യങ്ങളെല്ലാം നീ തിരക്കണം. ഒന്നുകൂടെ നിക്കാഹിന് മുമ്പായിട്ട് ഒന്നുകൂടി സമ്മതമാണോ എന്ന് ചോദിക്കണം. അവൾക്ക് സമ്മതമാണ് എങ്കിൽ മാത്രം ഈ നിക്കാഹ് നടത്തിയാൽ മതി. അല്ല എങ്കിൽ ഇതിൽ നിന്ന് പിന്മാറുകയായിരിക്കും നല്ലത്. അറബിയുമ്മ, അത് എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇനിയിപ്പോൾ നിക്കാഹിനുള്ള ഡേറ്റും ഫിക്സായി. ഇനി ആളുകളെ എല്ലാം വിളിച്ചു. ഇനിയിപ്പോൾ ആ ടൈമിന് എത്തുക എന്നുള്ളത് മാത്രമാണ് എല്ലാവർക്കുമുള്ള ഡ്യൂട്ടി. മോനെ, അതൊക്കെ ശരി തന്നെയായിരിക്കാം. പക്ഷേ ഒരാളുടെ മനസ്സുകൂടി നമ്മൾ അറിയണം. അതെ, ബുഷി പാവം പെൺകുട്ടിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ പെണ്ണിനെ. എന്താ ചെയ്യുക? മോനെ, ഞാൻ ശരിക്കും ആഗ്രഹിച്ചത് തന്നെയാണ്. അത് ഷാമിലും
ബുഷിയും വിവാഹം കഴിക്കണമെന്നുള്ളത്. അതെൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. ഇൻഷാ അല്ലാ എന്തായാലും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഷാമിലിനെ വിളിച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഞാൻ. അങ്ങനെ അതാ അജ്മലും ഹംദയും നാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ സമയം അതാ ഷാമിലിനെ വിളിക്കുകയാറ് നമ്മുടെ അറബി ഉമ്മ. അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ല അറബി ഉമ്മ. ഹലോ അറബി ഉമ്മ. മോനെ ഷാമിൽ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ സുഖം. അല്ല മോനെ, വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? ഉമ്മ, പിന്നെ ഇവിടേക്ക് ഒരു ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മയോ? അതെ, അത് എൻ്റെ ഉപ്പയെ നോക്കിയ ആളാണ്. പക്ഷെ ഉപ്പ അതുവരെ അറിഞ്ഞിട്ടില്ല സംഭവം. ആണോ? ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരാണോ? അതെ അറബി ഉമ്മ, എൻ്റെ ഉപ്പയെ ഈ രൂപത്തിലാക്കിയെടുത്തത് അവരാണ്. അവരുടെ പേര് മാജിദ എന്നാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ വളരെയധികം വേദനാജനകമാണ്. പിതാവ് മരണപ്പെട്ടതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഒടുവിൽ ഞാനവരെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടി. അതെ, എൻ്റെ വീട്ടിലെ ജോലിയും കാര്യങ്ങളുമെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അവർക്ക് ഉമ്മയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. പക്ഷേ അവർ വളരെയധികം സാധുവായൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ മോനെ, സത്യമായിട്ടും അതെ അറബിയമ്മ, സത്യമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു സന്തോഷകരമായ സാഹചര്യമാണുള്ളത്. മോനെ, പിന്നെ നീ എന്താ ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്? അറബിയമ്മയുടെ പെട്ടെന്നുള്ള ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഷാമിൽ ഒന്ന് ഞെട്ടി. അറബിയമ്മ, അത് ഉമ്മ പിന്നെയാണ് വന്നത്. അതിനു മുമ്പ് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവരുടെ വിവാഹം നോക്കുവാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾക്ക് വേണ്ടി ഒരാൾ കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മോനെ, എന്നാലും മോൻ ഇത്രയും പെട്ടെന്ന് അത് പറയേണ്ടിയിരുന്നില്ല. കാരണം ബുഷിക്ക് മോനോട് നല്ല ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. പാവം പെണ്ണാണ്. ആ പെണ്ണ് പെട്ടെന്ന് അങ്ങ് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും സമ്മതിക്കില്ല. വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി സമ്മതിച്ചതായിരിക്കും. അതെ, അവളൊരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അജ്മൽ പറഞ്ഞു. അതെ, നിക്കാഹാണത്രേ അല്ലേ 18-ന്. എന്തായാലും മോനെ വല്ലാത്തൊരു വിഷമായിപ്പോയി. അറബിയമ്മ, എന്ത് ചെയ്യാൻ, സാരമില്ല. അവൾ ജീവിക്കട്ടെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി. അല്ലാതെ ഇപ്പോൾ എന്താ ഞാൻ ചെയ്യുക? നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മോനെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും 2 ദിവസമില്ലേ അറബിയമ്മ? എനിക്ക് ഇഷ്ടമില്ലായിട്ടല്ല. അവൾ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് പോട്ടെ, നല്ല ജീവിതം അവൾക്ക് ലഭിക്കട്ടെ. കാരണം എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ട് തന്നെ പൊന്നോ അറബിയമ്മ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെ, അവൾ ജീവിച്ചു പോയിക്കോട്ടെ നല്ല രീതിയിൽ. ഒരു പക്ഷേ എൻ്റെ വീട്ടിലത്തെ സ്ഥിതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ എളാമ തിരിച്ചു വരുമോ എന്ന് വരെ ഞാൻ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഷാമിൽ, എങ്കിലും നീ ചെയ്തത് വളരെയധികം സങ്കടമായിപ്പോയി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവളെ മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയായിരുന്നു, നീയും അവളെ വിവാഹം കഴിക്കുന്നത്. അറബിയമ്മ, ക്ഷമിക്കണം മോനെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടോ. ശരിക്കും ഷാമിലിനെ അത് വല്ലാത്തൊരു വിഷമമായി അറബിയമ്മ അത് പറഞ്ഞതിൽ. കാരണം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഞാൻ വിട്ടൊഴിച്ച് കൊടുത്തത്. പക്ഷേ അറബിയമ്മക്ക് ഒട്ടും അത് താല്പര്യമില്ലായിരുന്നു. ഷാമിലും ബുഷിയും ഒന്നിക്കണം എന്നത് തന്നെയായിരുന്നു അറബിയമ്മയുടെ നിർബന്ധം. എന്നാൽ ഈ സമയം അതാ ഹംദയും അജ്മലും, എൻ്റെ പ്രിയപ്പെട്ട ഇക്ക. അജ്മലിനെ വിളിച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്ന് ഹംദ സംസാരിക്കുന്നു. എന്തു പറ്റി പെണ്ണ്? നമ്മൾ കേരളത്തിലേക്ക് ആദ്യമായിട്ട് പോകുന്നില്ലേ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നമ്മുടെ ബുഷിയുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോഴേ, നമ്മുടെ ബുഷി എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അവൾ ആഗ്രഹിച്ചത് ഷാമിലിനെ ആയിരുന്നു. പക്ഷെ അവളുടെ വിവാഹം മറ്റൊരാളെ കൊണ്ട് ഉറപ്പിക്കുന്നൊക്കെ വെച്ചാൽ അത് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എൻ്റെ പെണ്ണെ, സാരമില്ല, എന്ത് ചെയ്യാൻ, അതായിരിക്കും വിധി. എന്നാൽ അതങ്ങ് മാറ്റിമറിച്ചൂടെ? എല്ലാം കാര്യങ്ങളും സെറ്റാക്കി കാരണവന്മാരെ എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും നല്ല രീതിയിൽ പറഞ്ഞ് സെറ്റാക്കി ഈ സമയത്ത് നിക്കാഹിന് വേണ്ടി എല്ലാവരെയും ക്ഷണിച്ച പന്തലിലേക്ക് എല്ലാവരും എത്തിച്ചേരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു മനംമാറ്റം അത് ആർക്കും സഹിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ആ ഡോക്ടറെ ഒരു കാര്യങ്ങളെങ്കിലും നമ്മൾ ആലോചിക്കണ്ടേ? അദ്ദേഹം എത്ര ആഗ്രഹിച്ചതായിരിക്കും അതൊക്കെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിനൊരു പ്രശ്നം വരൂലേ? അത് ശരിയാണ് അതും. പക്ഷേ എന്നാലും ഒന്നുകൂടെ വേണ്ട, എല്ലാം സെറ്റായിട്ടുണ്ട്. ബുഷിക്ക് സമ്മതമാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ എൻ്റെ ഹംദ. അങ്ങനെ അതാ അവർ എയർപോർട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ബുഷിക്ക് വല്ലാത്ത സന്തോഷമായി. ബുഷിയും ഉമ്മയും എല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടി പോയിരുന്നു. ഹംദയും അജ്മലും
ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഉമ്മയും ബുഷിയും എല്ലാവരും കെട്ടിപ്പിടിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും. ശരിക്കും ഒരു അറബിച്ചി പെണ്ണുമായി അജ്മൽ വരുന്ന രംഗം അവർ നോക്കി നിന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. എന്നാൽ നമ്മുടെ ബുഷിയുടെ മുഖത്ത് മാത്രം ചെറിയൊരു സങ്കടം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മുടെ ഹംദ ബുഷിയുടെ അടുത്തെത്തി. മോളെ, എന്നാ നിക്കാഹായല്ലേ? 2 ദിവസം കൂടെ. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും? ഒന്നുമില്ല. അവൾ അങ്ങനെയാണ് പറഞ്ഞത്. അവളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അവൾ പുറത്ത് കാണിച്ചില്ല. പക്ഷെ ഞാനൊരു വേറെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരിക്കൽ പോലും എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുകുറ്റവും ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് അവളും വിചാരിക്കുകയാണ്. അതേറെ പ്രതീക്ഷയോടെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പഴയ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം. അതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെയാണ് നമ്മുടെ ബുഷിയും ആഗ്രഹിച്ചത്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷാമിലിന് വല്ലാത്തൊരു ദുഃഖഭാരമായിരുന്നു. അറബിയുമ്മ വിളിച്ചതിന് ശേഷം ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. റബ്ബേ, എന്ത് ഞാൻ ചെയ്യും? ശരിയാണ്, എൻ്റെ ബുഷിയോട് ഒരിക്കലും ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അജ്മലിനോട് ഞാനങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. കാരണം അതുകൊണ്ടല്ലേ അവർ പെട്ടെന്ന് വിവാഹം നോക്കിയത്. എൻ്റെ ഭാഗത്തുള്ള തെറ്റ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. എനിക്കത് നന്നായിട്ടറിയാം. ശരിക്കും ഷാമില് വല്ലാതെ വിഷമം ഉണ്ടായി. അതെ, അവളോടൊന്ന് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിച്ചു പോയി. എന്നാൽ ഈ സമയം വീട്ടിലെത്തി അജ്മൽ സാറും ഹംദയും എല്ലാവരും അവരെ കാണുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഹംദയെ കണ്ട എല്ലാവരും സലാം പറഞ്ഞ് അവൾക്ക് ഭാഷ അത്ര തരമില്ലെങ്കിലും എല്ലാവരോടും പുഞ്ചിരിച്ച് കാണിച്ചു. അതെ, ഹംദയെ രക്ഷിച്ചത് നമ്മുടെ അജ്മൽ തന്നെയാണ് അവരുടെ എളാമയുടെ ഉപദ്രവത്തിൽ നിന്ന്. എന്നാൽ അതിനുശേഷം ഹംദക്ക് നല്ല ജീവിതമായിരുന്നു. അതിന് കാരണക്കാരിയും അറബിയുമ്മ തന്നെ. എന്തൊക്കെ തന്നെയല്ല അറബിയുമ്മാക്കി ഈ ഒരു ഷാമിലിൻ്റെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. അറബിയുമ്മ അപ്പോഴും വിചാരിക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു. എങ്കിലും ആ ബുഷിമോളും ഷാമിലും എത്ര നല്ല ചേർച്ചയായിരുന്നു. ആ മക്കൾ അവരുടെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര റാഹത്തായിരുന്നു. അറബിയുമ്മയുടെ മനസ്സിൽ അതൊക്കെയാണ് ചിന്ത. പക്ഷെ ഷാമിൽ ഇത്ര പെട്ടെന്ന് അത് പറയുന്നത് അവരൊരിക്കലും പോലും പ്രതീക്ഷിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്ത് ചെയ്യാൻ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഷാമിലിനെ ബുഷിയോടൊന്ന് സംസാരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഇനി 2 ദിവസം മാത്രമാണ് നിക്കാഹിന് ബാക്കിയുള്ളത്. അതിനു മുമ്പായിട്ട് അവളോടൊന്ന് സംസാരിച്ചാലോ? എല്ലാവരും അതിന് കട്ട സപ്പോർട്ടാണ്. അറബിയുമ്മ പറയുന്നു, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളും അളിയനും പറയുന്നു, എല്ലാവരും പറയുന്നു, ഉമ്മ പറയുന്നു, ഉപ്പ ചോദിക്കുന്നു. എല്ലാവരും ബുഷിയെ കല്യാണം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ? അവളുടെ നിക്കാഹ് ഉറപ്പിച്ചു പോയില്ലേ? ഇനി എന്തപ്പോൾ ഞാൻ ചെയ്യാം? അവൻ പതുക്കെ അതാ ആ ഫോണിന്നെടുത്തു. അവളുടെ നമ്പർ ഒരു പക്ഷേ അതില്ല, അതൊക്കെ ഞാൻ കളഞ്ഞതാണ്. പിന്നെ അജ്മൽ സാറിന് നമ്പറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബുഷിയുടെ നമ്പർ കിട്ടണമെങ്കിൽ വഴി ഉണ്ടാകാനൊന്നുമില്ല. അതൊക്കെ കിട്ടാനൊക്കെ വഴിയുണ്ടാകും. പക്ഷേ എങ്ങനെ ഞാൻ വിളിച്ചിട്ട് അവളോട് എന്ത് പറയും എനിക്കറിയുന്നില്ല. മംഗളാശംസകൾ നേരണോ, അതോ വിഷമിക്കേണ്ടെന്ന് പറയണോ, അതോ കാത്തിരിക്കൂ ഞാൻ വരാമെന്ന് പറയണോ, ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ എന്ന് പറയണോ? എന്താണ് പറയുന്നതെന്ന് അവനക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ശരിക്കും ഷാമിൽ വളരെയധികം വിഷമിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം അതാ പെങ്ങളുടെ കോള്. ഹലോ മോനെ ഷാമിൽ. എന്തായിടാ, നീ എന്തെങ്കിലും 2 ദിവസം നിക്കാഹിന് ബാക്കിയുണ്ട്. ഇപ്പോഴെന്നെ ക്യാൻസലൊക്കെ ചെയ്യാം. എൻ്റെ പൊന്നു പെങ്ങളെ, അതിനൊന്നും നിൽക്കണ്ട. കാരണം അവരുടെ ആണിൻ്റെ വീട്ടുകാർ പ്രതീക്ഷയോടെ നിൽക്കുകയായിരിക്കും. പെട്ടെന്ന് നമുക്ക് വേണ്ടി ഇത് ക്യാൻസലൊക്കെ ചെയ്യാതെ അവരെല്ലാവരുടെ അടുത്തും പറഞ്ഞതല്ലേ. സാരമില്ല, അത് പോട്ടെ, അവർ നടന്നോട്ടെ. ശരിക്കും ഷാമിൽ മനസ്സിനുള്ളിൽ വിഷമമുണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. പക്ഷേ ബുഷിയോടൊന്ന് സംസാരിക്കണം, മാപ്പ് പറയണം എന്നുള്ള ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ എങ്ങനെ? ഞാനൊരു അന്യപുരുഷനാണ്, ഒരിക്കൽ പോലും അവളോട് സംസാരിക്കുന്നത് ശരിയല്ല. മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ ആ ഒരു ഇഷ്ടം അവളോട് ഇന്നുണ്ട്. റബ്ബേ, അതൊരിക്കലും ഞാൻ അവൾ കഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് സമ്മതിച്ച്. പക്ഷേ ഇത്ര പെട്ടെന്ന് വിവാഹമൊക്കെ ഉറപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. റബ്ബേ, ശരിക്കും അതാ ഷാമിൽ സങ്കടപ്പെട്ടു. പെട്ടെന്നാണ് ഷാമിലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കണ്ടത്. അല്ലാ, ഇതേതാ അറിയാത്തൊരു നമ്പർ എന്ന് കരുതി അതാ അവൻ ഫോൺ എടുക്കുന്നു. ഇതിപ്പോൾ അറിയാത്ത നമ്പറിൽ നിന്നാണല്ലോ. ഒരു നിമിഷം അവൻ ഫോൺ എടുത്തു. ഹലോ. പക്ഷേ
മിണ്ടുന്നില്ല. മറുതലക്കൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അത് ഹലോ എന്നുള്ള ഒരു സോഫ്റ്റായ ഒരു ശബ്ദമാണ് കേട്ടത്. ഒരു നിമിഷം ഷാമിൽ പഠിച്ചോനെ ആരപ്പത് എൻ്റെ ഫോണിലേക്ക് ഒരു അറിയാത്ത നമ്പർ എന്ന് കരുതി അവൻ ഞെട്ടിപ്പോയി. അവൻ വീണ്ടും ചോദിച്ചു, ഹലോ ആരാണ്? അല്പം ഗൗരവത്തോടു കൂടെ. ആരായിരിക്കും ഷാമിലിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വേദനാജനകമായ ഒരു കാര്യം ഞാൻ പറയാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു അയൽവാസിയായ ഒരാൾ, ഗഫൂർ എന്ന പേരുള്ള, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഓട്ടോകളൊക്കെ സ്ഥിരമായി വിളിക്കുന്ന ഒരാളുണ്ടാവില്ലേ, അങ്ങനെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ ഓട്ടോറിക്ഷ സേവനങ്ങൾ ചെയ്തുകൊണ്ടും അതുപോലെ അവിടേക്കുള്ള തെങ്ങിന് കയറാൻ കൂടി ഉള്ള ഒരാളുണ്ട്, ഗഫൂർ എന്ന പേരിലുള്ള. അദ്ദേഹം ഒരു 35 വയസ്സൊക്കെ ആയിരിക്കും പ്രായമുള്ളത്. ഇന്നലെ അദ്ദേഹം തെങ്ങിൽ നിന്ന് വീണു. പള്ളിയിലെ തെങ്ങിൽ തേങ്ങയിടാൻ കയറിയതായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ സാധാരണ തേങ്ങയിടാൻ വരുന്ന ആൾ തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ നടക്കുക. അങ്ങനെ നല്ലൊരു സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു എല്ലാം കൊണ്ടും. അതായത് എപ്പോഴും ദിക്റും സ്വലാത്തുകളും, വണ്ടിയിലാണെങ്കിൽ നല്ല മദ്ഹ് ഗാനങ്ങളും, മജ്ലിസ് നൂർ, അതുപോലെ കൈകളിൽ എപ്പോഴും ദിക്റ് ചെല്ലുന്ന ഒരിത്, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും വളരെയധികം ഇസ്ലാമികപരമായ രീതിയിൽ ജീവിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ. അതായത് എല്ലാവർക്കും സഹായം ചെയ്യുക എന്നുള്ള കാര്യമായിട്ട് ഏറ്റവും വലുത്. പ്രായമായവരെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ വ്യത്യാസമില്ലത്, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ് ഗഫൂർ. സാധാരണ ഞങ്ങൾ തറവാട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരലും എല്ലാം അദ്ദേഹം എല്ലാം കണ്ടറിഞ്ഞ് നമുക്ക് ഒരു രൂപ പോലും ഒരു ഏറെ എടുക്കാതെ എല്ലാ കാര്യത്തിലും വളരെ കുറഞ്ഞ സാലറിയൊക്കെ വാങ്ങിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യട്ടോ. അത്രക്കൊരു വിശ്വാസമാണ് നമുക്ക്. പഠിച്ചോനം പേരിലുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇന്നലെ ഒരു 12 മണിയായ സമയത്ത് തെങ്ങിൽ നിന്ന് വീണിട്ട് റബ്ബേ പഠിച്ചോനെ, അപ്പം തന്നെ അവിടെ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് മടക്കി പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്ന് വെച്ചാൽ, തെങ്ങിൽ നിന്ന് വീണിട്ട് നെറ്റിയും മൂക്കൊക്കെ ഒന്നായിട്ട് തലയുടെ ഉള്ളിലേക്ക് അമർന്നു പോയ രീതിയിലായിരുന്നു. കൈകാലുകളും ഓരയും എല്ലാം മുറിഞ്ഞ് വാരിയല്ലുകളൊക്കെ പൊട്ടി, വയറിനുള്ളിലത്തെ എല്ലാ ആന്തരിക അവയവങ്ങളും കലങ്ങി, തലയിലുള്ളതും ഒക്കെ കലങ്ങി, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരവസ്ഥ. ഇന്നലെ 12 മണിയോട് കൂടിയാണ് തെങ്ങിൽ നിന്ന് വീണത്. അള്ളാഹുവേ, ഈ സമയമായപ്പോഴേക്കും അവർ ഇന്ന് ഒരു 11 മണിയായ സമയത്ത് അള്ളാഹുവിലേക്ക് വിട പറഞ്ഞു. കാരണം ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞു അദ്ദേഹം. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളൊക്കെ മരിച്ച വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ സഫമോൾ ഉണ്ടല്ലോ, സഫമോൾ 8 വയസ്സാണ്. 8 വയസ്സുള്ള സഫമോൾ 2 മാസത്തിന് താഴെയുള്ള മോളാണ് ഉള്ളത്. ഇപ്പോൾ 8 വയസ്സായ കുട്ടിയായപ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ടാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. 3 മാസം ഗർഭിണിയാണ് അവൾ. ഷമീന എന്നാണ് അവളുടെ പേര്. സത്യം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയിൽ. അവനൊരു വീടിന് വേണ്ടി ഒരുപാട് കൊതിച്ചതായിരുന്നു. എനിക്കൊരു വീട് എടുക്കണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളല്ലേ. എന്തൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയാൻ കഴിഞ്ഞ റബ്ബേ അല്ലാ, ഒരു അസുഖമില്ലാത്ത നല്ലൊരു കരുത്തനായ യുവാവായിരുന്നു. എല്ലാ ജോലികളും ചെയ്യുന്ന. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു. അതോ അത്രയും ഹൈറ്റുള്ള തെങ്ങിൽ നിന്ന് താഴേക്ക് വീണ് മുഖമൊക്കെ അമർന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ. തലയോട്ടിയൊക്കെ പൊട്ടി ആകപ്പാട് റബ്ബേ അള്ളാഹുവേ, അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നീ കാത്ത് രക്ഷിക്കല്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മയ്യത്തൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും വെക്കേഷനൊക്കെ ഇപ്പോൾ അവൻ്റെ ഭാര്യയും മോളും വിരുന്ന് പോയതായിരുന്നു. എല്ലാവരും വിരുന്നൊക്കെ പോവുമല്ലോ, ഈ ഒരു സമയത്താണ് കേട്ടോ അത് സംഭവിച്ചത്. ഞങ്ങൾക്കൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്ക്. ആ നാടിനെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയ ഒരു മരണമാണ് ഗഫൂറിൻ്റേത്. കാരണം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും, മക്കൾക്കായാലും പ്രായമായവർക്കായാലും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്തൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിലേറ്റവും വിഷമകരമായ ഒരു കാര്യം, നമ്മളൊക്കെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈക്ക് തരാനും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. കാണാത്ത രീതിയിൽ മൈൻഡ് ചെയ്ത് നിൽക്കുകയില്ല. ഒരു ജാടയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിട്ടോ, ഇന്നലെ സാധാരണ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ തേങ്ങ ഇടാനൊക്കെ ഞങ്ങൾ തോട്ടത്തിലേക്കൊക്കെ വരാറുള്ളത് എല്ലായിടത്തും. അപ്പോൾ പള്ളിയിലെ തെങ്ങിൽ നിന്നാണ് വീണത്.
അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാധാരണ രീതിയിൽ സ്റ്റാറ്റസൊക്കെ എല്ലാവരും ഇടുമല്ലോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഇങ്ങനെ ലാസ്റ്റ് സീൻ ഞാൻ നോക്കിയപ്പോൾ റബ്ബേ 6:01 AM ഇന്നലെ പുലർച്ചെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഫോണൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടാണ് തെങ്ങിൽ കയറാൻ. പിന്നെ എല്ലാ തെങ്ങ് കയറ്റ കയറിയതിന് ശേഷമാണ് പിന്നെ അദ്ദേഹം ഫോണൊക്കെ എടുത്ത് നോക്കാറുള്ളത് കേട്ടോ. എന്തൊക്കെ തന്നെയായാലും റബ്ബേ അത് കണ്ടപ്പോഴൊക്കെ വല്ലാത്തൊരു സങ്കടം. ഭാര്യയും കുഞ്ഞുമുണ്ട്, ഗർഭിണിയുമാണ് ഭാര്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ഉമ്മയും ബാപ്പയൊക്കെ പാവം, 2 മക്കളുണ്ട്. പക്ഷേ ഇവന് ഒരു ഉഷാറുള്ള മോനായിരുന്നു. ഇവനായിരുന്നു ആ കുടുംബം നോക്കിയിരുന്നത്. ആ കുടുംബത്തിൻ്റെ അത്താണി അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ. ആ മാതാവിനും പ്രായമായ പിതാവിനും, അതെ ഭാര്യയ്ക്കും, ഗർഭിണിയായ ഭാര്യയ്ക്കും പൊന്നുമോൾക്കും ഇന്ന് അവരുടെ ഉപ്പച്ചിയില്ല, മകനില്ല. അതെ പൊന്നുമോളൊക്കെ ഭയങ്കര സ്നേഹമാണ്. നിഷമോൾക്ക് അത് വാങ്ങട്ടെ ഇത് വാങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു സ്നേഹമായിരുന്നു കേട്ടോ. ദേഷ്യപ്പെട്ടൊരു വാക്കും ഒരാളോടും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ പഠിച്ചോൻ പെട്ടെന്ന് കൊണ്ടുപോയിരിക്കില്ലേ. ഏതായാലും ഞങ്ങൾ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു മരണം, തെങ്ങിൽ നിന്ന് വീണ് മരണപ്പെട്ട ഗഫൂറിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തണേ. പാവം ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ. പാവം ഗർഭിണിയായ ആ ഭാര്യക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോൾക്കും ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.